സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നമ്മൾ കത്തോലിക്ക ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എവിടെയാണ്? ഈശോയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യം. നമുക്കറിയാം, എത്ര വലിയ ദേവാലയമാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു കെടാവിളക്ക്, ദിവ്യകാരുണ്യ സാന്നിധ്യം, കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം പഴയ നിയമത്തിൻ്റെ പ്രതീകം തന്നെയാണ്. കെടാത്ത വിളക്ക് കർത്താവിൻ്റെ സാന്നിധ്യമായി എത്ര വലിയ ദേവാലയത്തിനാണ്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക നമുക്കറിയാം, ബൃഹത്തായ ആ ദേവാലയത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകൾ കണ്ട് നടക്കാൻ വേണമെങ്കിൽ നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ഒരു ഭാഗത്തായി വിശുദ്ധ കുർബാനയുടെ ആരാധന, ഈശോ എഴുന്നള്ളിയിരിക്കുന്ന ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്. അവിടെ വളരെ മൗനതയിൽ അവിടെ സെക്യൂരിറ്റി ഗാർഡ് പോലും കാവൽ നിൽപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുന്ന ആരെയും സംസാരിക്കാൻ, അവിടെ ഉള്ളിലിരിക്കുന്ന ആരെയും പരസ്പരം സംസാരിക്കാൻ പോലും അവർ അനുവദിക്കില്ല. ഞാൻ പറഞ്ഞത്, ഈ കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം ഇന്ന് ദേവാലയത്തിലുള്ള, നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്നത് കർത്താവിൻ്റെ അദൃശ്യം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ആ അപ്പത്തിൻ്റെ രൂപം, അല്ലെങ്കിൽ ആ സക്രാരി നമ്മുടെ കണ്ണുകൊണ്ട്, ഈ ഭൗതികമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. പണ്ടും അങ്ങനെ ആയിരുന്നതാണ്. ഇബ്രായ ലേഖനം 9 പറയുന്നുണ്ട്, പണ്ടും ആരാധനാ വിധികളും മോശയുടെ കാലത്ത് മരുഭൂമിയിലൂടെ പോകുമ്പോൾ പോലും ഇസ്രായേലിന്റെ ദൈവം അവരെ നയിച്ചിരുന്നു. മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ഒക്കെ അവരെ നയിച്ചിരുന്നു. അവർക്ക് വേണ്ടതെല്ലാം നൽകിയിരുന്നു. പക്ഷെ ആ ദൈവ സാന്നിധ്യം ജനങ്ങൾക്ക് അനുഭവമായി തീർന്നത് ആ വാഗ്ദാന പേടകത്തിലുള്ള ദൈവ സാന്നിധ്യമായിരുന്നു. ആ പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലം, രണ്ടാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. അവരുടെ യാത്രയിൽ അവരെ നയിച്ച ആ ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവമായി, അല്ലെ, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ, നമുക്ക് അനുഭവിക്കാൻ, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാന്നിധ്യം അന്നും മോശയുടെ കാലത്തും ദൈവം അവർക്ക് നൽകി. കാരണം മനുഷ്യനെപ്പോഴും ലോകത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യർ ദൈവത്തെ കാണാൻ ആത്മാവിലുള്ള ദൈവത്തെ നമ്മുടെ ഭൗതിക കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമായി ആ വാഗ്ദാന പേടകം ഉണ്ടായിരുന്നു. അതിൽ യഥാർത്ഥ ദൈവ സാന്നിധ്യമാണ്. നമുക്കറിയാം, ദാവീദിന്റെ കാലത്ത് വാഗ്ദാന പേടകം തൻ്റെ കൊട്ടാരമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞ് വാഗ്ദാന പേടകം കൊണ്ടുവരുമ്പോൾ ആ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ഒരു കാളയുടെ പുറത്ത്, പുതിയൊരു കാളവണ്ടിയുടെ പുറത്ത് മനോഹരമായി അലങ്കരിച്ച് കൊണ്ടുവന്ന ആ വാഗ്ദാന പേടകം, അത് കാളയൊന്ന് വിരണ്ടപ്പോൾ അത് ചെരിഞ്ഞു. അപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ച ആ വേലക്കാരൻ അവിടെ മരിച്ചു വീണു. അന്ന് പറയും ദാവീദിന് ഭയമായി, ദാവീദ് ഭയപ്പെട്ടു. ഇതെങ്ങനെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ, കാരണം ഞാൻ പാപിയായ മനുഷ്യനാണ്, എനിക്കിതിന് അടുത്ത് വരാൻ പോലുമുള്ള ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് അവിടെ പാവപ്പെട്ട ഒരു കർഷകന്റെ ഭവനത്തിൽ, അത് നല്ലൊരു മനുഷ്യന്റെ വീട്ടിൽ അത് സ്ഥാപിച്ചിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് വലിയ അനുതാപത്തോടും വലിയ പ്രദക്ഷിണം പോലെ ബലികളൊക്കെ അർപ്പിച്ചുകൊണ്ടാണ് സോളമൻ, നമുക്കറിയാം, ആ വാഗ്ദാന പേടകം ദേവാലയത്തിൽ കൊണ്ട് സ്ഥാപിക്കുന്നതൊക്കെ നമ്മൾ തിരുവചനത്തിൽ, പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ, സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ അതിൻ്റെ കാണാം. അപ്പോൾ ഇന്നും നമുക്ക് നമ്മുടെ ദേവാലയത്തിന്റെ ഉള്ളിൽ ആ ചെറിയ സ്വർണം കൊണ്ട് പൊതിഞ്ഞതുപോലെയുള്ളൊരു പെട്ടി, അതിൻ്റെ ഉള്ളിലായിരിക്കുന്ന വിശുദ്ധ കുർബാന പഴയ നിയമത്തിന്റെ പ്രതീകമാണ്. പുതിയ നിയമത്തിൽ യേശുവിന്റെ, അല്ലെങ്കിൽ ത്രിത്വിക ദൈവ സാന്നിധ്യമാണ്. പഴയ നിയമത്തിൽ ദൈവം അവരോട് പറഞ്ഞ്, നമുക്കറിയാം, മോശയോട് ദൈവം പറഞ്ഞ വാഗ്ദാന പേടകത്തിന്റെ ഉള്ളിൽ 3 കാര്യങ്ങളാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവം 3 വ്യക്തിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും എന്ന് തോന്നുന്ന രീതിയിലാണ് ഏതാണ്ട് 3 കാര്യങ്ങളാണ് വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അവിടെ വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിൽ മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശം. ഇസ്രായേൽക്കാർക്ക് മരുഭൂമിയിൽ വെച്ച് എല്ലാ ദിവസവും രാവിലെ ആ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നത് വരെയും അവർക്ക് എല്ലാ ദിവസവും പ്രഭാതത്തിൽ മരുഭൂമിയിൽ പൊടിമഞ്ഞ് പോലെ കൂടാരവാതിക്കൽ വീണിരുന്ന ആ മന്ന, അത് ഗോതമ്പിന്റെ പൊടി പോലെയുള്ളത്, അത് വാരിക്കൂട്ടി അതുകൊണ്ട് അപ്പമുണ്ടാക്കിയാണ് അവര് ഭക്ഷിച്ചിരുന്നത്. മാലാഖമാരുടെ ഭക്ഷണം, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വീണ ഭക്ഷണം എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. അവരത് പ്രതീക്ഷിച്ചിരുന്നു. എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ടുള്ളത് വാരിയെടുത്ത്, അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് അത് കൊള്ളില്ല, ഓരോ ദിവസത്തേക്കും വേണ്ടത് വാരിയെടുത്ത് അവർ അപ്പമുണ്ടാക്കി. അങ്ങനെയാണ് അവർ മരുഭൂമിയിൽ 40 വർഷത്തോളം കഴിഞ്ഞത്. പലപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ ഈ ഭൗമിക ജീവിതം ഏതാണ്ട് ഇസ്രായേൽ മക്കള് 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തതുപോലെ നമ്മുടെ ഈ യാത്ര എന്നൊക്കെ നമ്മൾ പറയുന്ന തിരുസഭയിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മന്ന ലഭ്യമാണ്. നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണം, ആത്മാവിന്റെ ഭോജനമായിട്ട് അവിടെ ആ 3 വാഗ്ദാന പേടകത്തിനുണ്ടായിരുന്ന അന്ന് മന്ന പൊഴിച്ചു കൊടുത്ത ആ മന്ന ഒരു സ്വർണ്ണ കലശം, നമ്മുടെ ഇന്ന് കുർബാന ചക്രാരുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കാസ എന്നൊക്കെ നമ്മൾ പറയുന്നത്, സ്വർണത്തിന്റെ നിറമുള്ള, സ്വർണം പൂശിയ. അന്നും അങ്ങനെ ആ മന്ന അവര് വെച്ചിരുന്നത് സ്വർണ്ണ കലശത്തിൽ. കർത്താവ് മോശയോട് പറഞ്ഞ് എടുത്തു വയ്ക്കുക, ഇത് വരുന്ന തലമുറയ്ക്ക്, അല്ലെങ്കിൽ മരുഭൂമിയിലൂടെ ഒക്കെ പോകുമ്പോൾ അവർക്ക് ദൈവ സാന്നിധ്യമാണ്. 40 വർഷം മരുഭൂമിയിലൂടെ പോയപ്പോൾ ഈ മന്ന വെച്ചിരുന്ന കലശം അത് അതിലുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, അഹറോന്റെ തളിർത്ത വടി. അഹറോൻ പുരോഹിതനാണ്, അഹറോൻ മാത്രമുള്ളൂ പൗരോഹിത്യം ചെയ്യുവാൻ. എല്ലാവർക്കും 12 ഗോത്രത്തിലുള്ളവർക്കൊക്കെ അതിനുള്ള അവകാശമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കലഹമുണ്ടാക്കി. ഇവന് മാത്രം എന്താ ഇത്ര പ്രത്യേകതയെന്ന്. ഇതിനുള്ളത് നമ്മളെപ്പോഴും കത്തോലിക്ക സഭയിൽ നമ്മൾ പഠിക്കുന്നൊരു കാര്യമുണ്ടല്ലോ, പെസഹ അന്ന് കർത്താവ് പെസഹ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ അന്നാണ് പൗരോഹിത്യം സ്ഥാപിച്ചതെന്ന്. എല്ലാവർക്കും അത് വിശുദ്ധിയിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ശരിക്കും വിശുദ്ധിയിൽ എന്ന് പറയുമ്പോൾ ദൈവം ഉള്ളിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ സാത്താന് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ സാത്താന്റെ കാര്യങ്ങളൊന്നും ഉള്ളിലില്ലാത്ത ഒരു വ്യക്തിയായിരിക്കണം പുരോഹിതൻ. സാത്താന്റെ സ്വാധീനമില്ലാത്ത, തിന്മയുടെ സ്വാധീനമില്ലാത്ത, സാധാരണ ജനങ്ങൾക്കത് ബുദ്ധിമുട്ടായതുകൊണ്ട് അഹറോന്റെ കുടുംബം, ലേവി കുടുംബം, 12 മക്കളുടെ ലേവിയുടെ മക്കള്, അഹറോനും സഹോദരങ്ങളൊക്കെയാണ് കർത്താവ് മോശയോട് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുക. അവർക്ക് സ്ഥലവും ഒന്നും കൊടുക്കേണ്ട, അവർക്ക് എല്ലാവരും അവർക്ക് കൊടുക്കുന്നത് അവരുടേതായിട്ടുള്ള അവർ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാം. ഇന്ന് നാം പറയും നമ്മളുടെ മെത്രാനും പുരോഹിതനും ഒക്കെ ഏതാണ്ട് അതിൻ്റെ ഒരു പ്രതീകമാണ്. ലേവിയുടെ പിന്നെ നമ്മളിന്ന് മാർപ്പാപ്പായുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി മാത്രമായി ജീവിതം സമർപ്പിച്ച, അല്ലെങ്കിൽ ഇങ്ങനെ പറയും ദൈവത്തെ വിവാഹം കഴിച്ച എന്ന് വേണേൽ പറയാം. കാരണം നമ്മൾ കുടുംബജീവിതത്തിലെ മക്കൾക്ക് വേണ്ടിയും ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഒക്കെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ദൗത്യമുണ്ടല്ലോ. ഒരു ഭർത്താവിനാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും അല്ല മാതാപിതാക്കളാണ് അന്യോന്യം മറ്റുള്ളവർ നോക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ്. അതൊന്നും വേണ്ട, നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം മാത്രം നിർവഹിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരിന്ന് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ വൈദികർ ഇനി വിവാഹം കഴിക്കാതെയൊക്കെ നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം അത് തന്നെയാണ്. ആദ്യകാലങ്ങളിലൊക്കെ നമുക്കറിയാം അന്നൊക്കെ അവരൊക്കെ വിവാഹം കഴിച്ചിരുന്നൊരു കാലഘട്ടമാണ്. പക്ഷെ പിന്നീട് പൗലോസ് അപ്പോസ്തലൻ വിവാഹിതനല്ലായിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്നെ പോലെ നിങ്ങൾ എല്ലാവരും ആയിരുന്നെങ്കിൽ എന്നാൽ പൂർണ്ണമായും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു മനോഭാവമായിരുന്നു വിവാഹം കഴിക്കാതെ പൗലോസ് അപ്പോസ്തലൻ. കാലാകാലങ്ങളിൽ പിന്നീട് അതുകൊണ്ടാണ് അങ്ങനെയുള്ള തീരുമാനം. സമ്പൂർണമായി ക്രിസ്തുവിന് വേണ്ടി രാവും പകലും പൂർണ്ണമായി ക്രിസ്തുവിന് വേണ്ടി ശരീരവും മനസ്സും ആത്മാവും സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ഒരു പുരോഹിതൻ്റേത്. ഇന്നും അതുകൊണ്ട് തന്നെയാണ് പൗരോഹിത്യമുള്ളത്. വിശുദ്ധമായി കൈകാര്യം ചെയ്യേണ്ടതാണ് ഇത്.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 11 പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വിവേചിച്ചറിയാതെ നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ മരണത്തിലേക്ക് നയിക്കും, ആത്മീയ നാശത്തിലേക്ക് നയിക്കും. നിങ്ങൾ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്തപ്പോൾ നിങ്ങൾ ഒരുക്കമില്ലാതെ വിശുദ്ധിയില്ലാതെ നിങ്ങൾ ഭക്ഷിച്ചതുകൊണ്ടാണ് നിങ്ങളിൽ പലരും ഇന്ന് രോഗികളായിരിക്കുന്നത്. നിങ്ങളിൽ പലരും ഇന്ന് മരിച്ചുപോയി, അല്ലെങ്കിൽ ആത്മീയമായിട്ട് മരിച്ചു. നിങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല, ദൈവത്തിലും വിശ്വാസമില്ല, ചുമ്മാ ഇങ്ങനെ പോവുകയാണ്. ഒരു ചത്തതിനൊക്കെമേ ജീവിച്ചിരിക്കില്ലെന്ന് പറയും. ആത്മീയമായിട്ട് മൃതമായി ഇങ്ങനെ പോവുകയാണ്. കാര്യങ്ങളൊക്കെ ചടങ്ങ് പോലെ ചെയ്തുകൊണ്ട് ദൈവവുമായുള്ളൊരു ആത്മീയ ബന്ധമില്ലാതെ പോകുന്ന അനേകരും സഭയിലുണ്ട്. ഇത് കുറ്റം പറയാനല്ല, അവസ്ഥ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിശുദ്ധിയിൽ ദൈവത്തെ, ഇത് ഞാൻ പറയുന്നത് പൗരോഹിത്യം അങ്ങനെ കുദാശ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വിശുദ്ധ കുർബാന അർപ്പണം ഒരു പുരോഹിതനാണ്. ഞങ്ങൾ ഈ 2 ദിവസമായിട്ട് ഞങ്ങളുടെ സാധാരണ ദേവാലയത്തിൽ പോകാറുള്ളപ്പോൾ ഇന്നലെ കുർബാനയുടെ മുമ്പ് അവരാണ് ചെയ്യുന്നത്, ഇന്ന് പ്രയർ സർവീസ് ആയിരിക്കുന്നത്. കാരണം വൈദികരൊക്കെ എങ്ങോ പോയിരിക്കുകയാണ്. അപ്പോൾ ഡീക്കൻ വന്ന്, നമുക്ക് ഇച്ചിരി വിഷമം തോന്നി, എന്നാലും ഡീക്കൻ വന്ന് കുർബാനയുടെ ആദിഭാഗങ്ങളും വായനയും എല്ലാം ഉണ്ടായിരുന്നു. വായനകളും സുവിശേഷവും ഹോമിലിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന കഴിഞ്ഞിട്ട് സക്രാരിയിൽ നിന്നും വിശുദ്ധ കുർബാന എടുത്ത് വിതരണം ചെയ്തിട്ട് കൊടുത്തിട്ട് കുർബാനയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ സമാപന പ്രാർത്ഥന കഴിഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ ഒരു ഡീക്കന് കുർബാന ഡീക്കൻ നമുക്കറിയാം, നല്ലതായിട്ട് പഠിച്ച് ഗ്രാജുവേറ്റ് ആണ്, സഭയുടെ എല്ലാ കാര്യങ്ങളും കുർബാന അർപ്പിക്കാൻ മാത്രം സാധിക്കാതെ എന്തുമാത്രം വിലയുണ്ട് ആ കുർബാന അർപ്പണത്തിന് എന്നുള്ളതിൻ്റെ ഒരു ബോധ്യം കൂടായിരുന്നു. ഇന്നലെ ഈ ആഴ്ചയിൽ അങ്ങനെയാണ്. ഞാനീ പറഞ്ഞു വരുന്നത് നമ്മളതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഞാൻ പറയും. ദൈവ സാന്നിധ്യം, മന്ന വെച്ചിരുന്ന, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ എല്ലാ ദിവസങ്ങളും മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശം, അഹരോന്റെ തളിർത്ത വടി. അപ്പോൾ ഈ അഹരോന് പുരോഹിതനാണോ എന്ന് തർക്കിച്ചുകൊണ്ട് ബഹളം വെച്ചപ്പോൾ കർത്താവ് മോശയോട് ഒരു കാര്യം ചെയ്യാൻ, എല്ലാ 12 ഗോത്രങ്ങളിലുള്ളവരോട് ഓരോ മരത്തിൻ്റെ മരുഭൂമിയിലുള്ള കിട്ടുന്ന ഒരു കമ്പ് കൊണ്ട് ആ സമാഗമ കൂടാരത്തിൻ്റെ വാതിക്കൽ വെക്കാൻ പറഞ്ഞു. ഏനോ അവിടെ നമുക്കറിയാം ലേവിയുടെ ഗോത്രത്തിലുള്ളവരും ഒരു വടി കൊണ്ട് വെച്ചു. എല്ലാ വടികളിലും ലേവി ഗോത്രത്തിലുള്ളവരുടെ ഒരു ബദാം കമ്പ കൊണ്ട് വെച്ചിരുന്നത്. അത് പിറ്റേ ദിവസം ആയപ്പോൾ കഴിഞ്ഞപ്പോൾ ആ ബദാം കമ്പ് മാത്രം അത് തളിർക്കുകയും പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്തിരുന്നു അതിൽ. അപ്പൊ ദൈവം തെരഞ്ഞെടുത്തത് ഇവരെ 12 ഗോത്രമുണ്ടെങ്കിൽ ലേവി ഗോത്രത്തെ പൗരോഹിത്യത്തിനായി മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ടാണ് അഹരോന്റെ തളിർത്ത വടി ആ വാഗ്ദാന പേടകത്തിനുള്ള അതായത് തെരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ് പൗരോഹിത്യം. ഇത് വലിയൊരു മേഖലയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബഹുമാനിക്കുന്നതിന്. കുറവുള്ളവരും കാണും ഇതിനിടയ്ക്കൊക്കെ, പക്ഷെ എന്നാലും ആ ഒരു പദവിയെ നമ്മൾ ബഹുമാനിക്കണം. ഞാൻ പറയണ്ട, കുമ്പസാരക്കൂട്ടിലൊരു വൈദികൻ ഇരിക്കുമ്പോൾ കൂദാശ അർപ്പിക്കുമ്പോൾ അത് കർത്താവിൻ്റെ സാന്നിധ്യം, അതായത് കർത്താവിനെ പ്രതിനിധീകരിക്കുകയാണ്. നമ്മളത് അറിയണം. ആ ഒരു വിശ്വാസത്തോടെയാണ് നമ്മൾ പോകുന്നത്. അത് വലിയൊരു മേഖലയാണ്. അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമുക്കറിയാം, പലപ്പോഴും ചിന്തിച്ചാണ് നമ്മൾ. ഇനി 3-ാമത്തെ കാര്യം ഉടമ്പടി. 10 കൽപ്പനകൾ ആദ്യം കൊടുത്തത് മോശ ഈ കാളക്കൊട്ടി ഉണ്ടാക്കിയത് കൊണ്ട് ദേഷ്യം കൊണ്ട് വലിച്ചെറിഞ്ഞ് തകർത്ത് കളഞ്ഞു. വീണ്ടും കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് മലയുടെ മുകളിലേക്ക് വീണ്ടും പോയി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കുറേ നാൾ ചെലവഴിച്ചു കഴിഞ്ഞിട്ട് ദൈവം വീണ്ടും കൽപ്പനകൾ എഴുതി കൊടുത്തു. ഇതൊക്കെ നടന്ന കാര്യമാണ്, ഒന്നും ഇല്ലാത്തതെന്നല്ല. ഇതൊക്കെ പഴയ നിയമത്തിൽ എഴുതി വെച്ചതാണ്. അതേ കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ 10 കൽപ്പനകൾ അന്ന് കൽപ്പനകളിൽ എഴുതിയിരുന്നത് ഞാൻ പറയും യേശുവാണ് വചനം. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാന മാത്രമായിട്ട്, അതായത് ആ സ്വർണ്ണ കലശത്തിന്റെ ഉള്ളിൽ വിശുദ്ധ കുർബാന ഇരിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണത്. അത് യേശുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മ സാന്നിധ്യവുമാണ് വിശുദ്ധ കുർബാന. സക്രാരിയുടെ ഉള്ളിൽ യേശു ക്രിസ്തുവിൽ എല്ലാം സമന്വയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. നമ്മളത് അറിയണം. അപ്പോൾ അന്ന് പഴയ നിയമത്തിൽ 3 കാര്യങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ത്രിത്വിക ദൈവം ഒന്നിച്ച് യേശു ക്രിസ്തുവിലൂടെ പ്രത്യക്ഷപ്പെട്ട
ആ കരുണയും സ്നേഹവും ദൈവ സാന്നിധ്യവും കുദാശയായി പെസഹാരാത്രിയിൽ മാറിയവൻ ലോകാവസാനം വരെ അല്ലെങ്കിൽ രണ്ടാമത്തെ വാനമേഘങ്ങളിൽ കാണപ്പെടുന്നത് വരെ അവൻ വരുന്നത് നമ്മൾ കാണുമെന്നാണ് അല്ലെ യോഹന്നാസ്ലീഹ പറയുന്നുണ്ട്, പൗലോസും പറയുന്നുണ്ട്. അവൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ എല്ലാ മിഴികളും അവനെ ദർശിക്കും. അവന്റെ താബോർ മലയിൽ വെച്ച് അപ്പസ്തോലന്മാർ കണ്ട, പത്രോസും യാക്കോബും യോഹന്നാനും കണ്ട അവർ ഭയന്ന് വിറച്ച് നിലത്ത് വീണ ആ രൂപത്തിൽ അവൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ എല്ലാ മിഴികളും അവനെ ദർശിക്കും. നമ്മള് ലോകം തീരുകയാണെന്ന്, ലോകാവസാനം എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഭൂമിയിൽ വിശുദ്ധി ജീവിക്കുന്നവര് അവനെ പോലെ ആ രൂപാന്തരിക്കപ്പെട്ട രൂപം പോലെ 1 യോഹന്നാൻ 3 പൗലോസ് പറയുന്നുണ്ട്. നമ്മള് അവന്റെ പ്രത്യക്ഷതയിൽ നാം എല്ലാവരും അവനെ പോലെ ആകും, അവന്റെ രൂപം ധരിക്കും, അവനായിരിക്കുന്ന പോലെ നാം അവനെ കാണുകയും ചെയ്യും. എന്നിട്ട് പറയാണ്, ഈ പ്രത്യാശയുള്ളവൻ അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും അവർ തങ്ങളെ തന്നെ വിശുദ്ധരായി കാത്തു പരിപാലിക്കട്ടെ. അതായത് നമ്മുടെ ഈ കാത്തിരിപ്പിന്റെ കാലം, അവന്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ കാലം, നമ്മുടെ മനസ്സും ബുദ്ധിയും ചിന്തകളും വികാരങ്ങളും വിശുദ്ധമായിരിക്കട്ടെ. അറിയാതെ ചിലപ്പോൾ അത് മലിനമാകും. കാരണം എന്താ? അത്രമാത്രമാണ് ലോകത്തിൽ സാത്താന്റെ ബഹളം. ഏതെങ്കിലുമൊക്കെ നമ്മൾ പെട്ടുപോയി നമ്മുടെ സംസാരത്തിലൂടെ, മനോഭാവത്തിലൂടെ നമ്മൾ വീണുപോകാൻ സാധ്യതയുണ്ട്. അല്ലേ? മോശ വീണുപോയ കാര്യം, മോശയ്ക്ക് വീഴ്ച ഉണ്ടായി, മോശ സംസാരത്തിലൂടെയാണ്. അല്ലേ? പാറയിൽ കർത്താവ് വെള്ളമില്ലാതിരുന്നപ്പോൾ, ആ മാറ എന്ന സ്ഥലത്ത് വെള്ളമില്ലാതിരുന്നപ്പോൾ ജനം കലഹിച്ചു, ഭയങ്കര ബഹളമായിരുന്നു. ദൈവത്തെയും മോശയും ഒക്കെ കുറ്റം പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് കല്ലെറിഞ്ഞ്, മോശ ഇതിനെ ഇപ്പോൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് മോശ അഹ്റോനെ കല്ലെറിയാനായിട്ട് തുടങ്ങിയപ്പോൾ കർത്താവിനോട് നിലവിളിച്ചുകൊണ്ട് മോശ പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആ ഹോറബിലെ ആ പാറയുടെ മുകളിൽ ഞാൻ നിൽക്കും, നീ ആ പാറമേൽ അടിക്കുമ്പോൾ ആ പാറയിൽ നിന്ന്, കരിമ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടും, അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. മോശ മനുഷ്യനല്ല, മടുത്തുപോയി. ഇവരുടെ പെരുമാറ്റം കൊണ്ട് ഹൃദയം മടുത്തുപോയി. മോശ എന്താ പറഞ്ഞത്? ദേഷ്യം കൊണ്ട്, ഞാൻ തന്നെ നിങ്ങൾക്ക് വെള്ളം തരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാറയിൽ അടിച്ച്. ആ ഒറ്റ കാര്യം, ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. സ്വയം ദൈവമായിട്ട് അഹങ്കാരം എന്ന് പറയും. ഞാനെന്തോ വലിയ സംഭവമാണെന്നുള്ള ചിന്തയുണ്ടല്ലോ, അഹങ്കാരം. സാത്താൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാലാഗണത്തിൽപ്പെട്ട ലൂസിഫർ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട മാലാക ഇങ്ങനെ ഞാൻ എന്തോ ആണ്, ഞാൻ യെശയ്യാ 14 പറഞ്ഞു, ഞാൻ അവൻ്റെ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുകളിൽ എൻ്റെ സിംഹാസനം സ്ഥാപിക്കുമെന്നൊക്കെ ചിന്തിച്ച ആ ചിന്തയിൽ തന്നെ അവൻ വീണുപോയി എന്ന് പറഞ്ഞു. അവന് പ്രകാശത്തിന് ഇരുട്ടിലേക്ക് പോയി. പ്രഭാത നക്ഷത്രം എന്ന പേരുള്ള ലൂസിഫർ അവന് ഏറ്റവും ഇന്ന് ലോകത്തിലുള്ള സകല തിന്മയുടെയും കാരണം അവനായി മാറി. ഏദൻ തോട്ടത്തിലെ ആ പുരാതന സർപ്പം എന്ന് വിളിക്കുന്ന ആദ്യ ഹവ്വായെ വഞ്ചിച്ച് ഇന്നും ലോകത്തിലുണ്ട്. കാരണം ദൈവം സാത്താനെ നശിപ്പിച്ചില്ല. യേശു കാൽവരിയിൽ സാത്താനെ നശിപ്പിച്ചില്ല, സാത്താനെ പരാജയപ്പെടുത്തി. ദൈവത്തിന്റെ സ്വഭാവം നശിപ്പിക്കുക എന്നുള്ളതല്ല, ഇതാണ് ദൈവം. നമുക്കത് മനസ്സിലാകില്ല. പറഞ്ഞു നമ്മള് പറയില്ലേ, ഇന്നലെ പറഞ്ഞതുപോലെ മറ്റുള്ള നമ്മളെ ഉപദ്രവിക്കുന്നവരൊക്കെ അടിച്ച് ഇല്ലാതാക്കുക. ദൈവികത അതല്ല. ദൈവികത അതിനെ ജയിക്കുക എന്നുള്ളതാണ്. ദൈവം സർവശക്തനാണ്, സ്വയംഭൂവാണെന്നൊക്കെ പറയുമ്പോൾ സാത്താനെ ദൈവം യേശു പരാജയപ്പെടുത്തി. പണ്ട് സ്വർഗത്തിലും കയറി ചെല്ലുമായിരുന്നു. വെളിപാട് 12 പറയുന്നത്, സ്വർഗത്തിൽ കയറി വന്നുകൊണ്ട് ദൈവമക്കളെ കുറിച്ച് നമ്മുടെ പറയുന്ന ഓരോ വാക്കും ദൈവസന്നിധിയിൽ എത്തിക്കുന്നുണ്ടേ. നമ്മൾ ഈ ഗോസിപ്പ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന ഓരോ വാക്കും ദൈവസന്നിധിയിൽ ആ പുസ്തകത്തിൽ കൊണ്ട് എഴുതി വയ്ക്കും. കാരണം അവിടെ അങ്ങനെയാണ്. കാരണം എന്താ? ദൈവ നീതിമാനായതുകൊണ്ട്. ജോബിന്റെ കാലത്ത് ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ദാസനായ ജോബിന് സാത്താൻ കയറി ചെന്നപ്പോൾ പറയണം, സാത്താൻ എപ്പോഴും കുറ്റം പറയാണ്. ഇത് അവരില്ല, ഇന്ന് എന്താ പറഞ്ഞെന്ന് നോക്കി, ഇന്ന് അവർ വാട്സാപ്പിൽ എന്താ പോസ്റ്റ് ചെയ്തെന്ന് നോക്കി, അഹങ്കാരത്തോടെയും. അല്ല ഇന്ന് അവർ ഫേസ്ബുക്കിൽ എന്താ ഇട്ടത്, അല്ല ഇന്ന് ഏതെങ്കിലുമൊക്കെ മീഡിയയിലോ അല്ലെങ്കിൽ നേരിട്ടൊക്കെ എന്താ പറഞ്ഞത്, അതവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ അറിയണം, ചുമ്മാന്നല്ല. വചനം പറയുന്നത് സ്വർഗത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങളും ചീത്ത. അതാണ് ഇന്നലെയൊക്കെ ചിന്തിച്ചത്. ആ വെളിപാട് 5 കണ്ട ഈ ഗ്രന്ഥം തുറക്കാൻ ആ യോഗ്യതയുള്ളവൻ, നമ്മുടെ കുറവുകളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ആ പുസ്തകം, നന്മതിന്മകളുടെ നമ്മുടെ ശിക്ഷയും നമുക്കുള്ള നന്മയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആ പുസ്തകം തുറക്കാൻ യോഗ്യതയുള്ളവൻ യേശു ക്രിസ്തു അത് തുറന്നുവെന്ന് നമുക്കറിയാം. ആ പുസ്തകം അവനെ ഏൽപ്പിച്ചു.
അവൻ്റെ മുമ്പിൽ സകലരും സ്വർഗവും ഭൂമിയും എല്ലാം മുട്ടുമടങ്ങുന്നവനെ ആരാധിക്കുന്ന നമ്മൾ കാണുന്നവരെ. എല്ലാ മിഴികളും അവനെ ദർശിക്കും. അപ്പം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സാ വാച കർമ്മണ, അതിനുള്ളൂ മനസ്സാ വാച കർമ്മണ, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് കുമ്പസാരം എന്ന് കുദാശിക്കുമ്പോൾ നമ്മൾ അനുദപിക്കുക. മറ്റുള്ളവരോട് എൻ്റെ ഇടപെടൽ എന്ത് കാര്യം ആയിക്കൊള്ളട്ടെ, നമുക്ക് ആരെയും വിധിക്കാനും ആരോടും അല്ല. ഈശോയുടെ സ്വഭാവം നിശബ്ദനാണ് നിൽക്കുകയാണ്. ഒന്നും ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും യേശുവിനെ അവര് മരണത്തിന് വിധിച്ചപ്പോൾ പോലും യേശു പറയുന്നില്ല ഞാനിതൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് ദൈവം സഹനം അനുവദിക്കും. നമുക്ക് സഹനം അനുവദിക്കും. അത് ആരിലൂടെങ്കിലും ഈ ഭൂമിയിലെ മനുഷ്യരിലൂടെ തന്നെ ആയിരിക്കും സഹനം ഉണ്ടാകുന്നത്. യേശുവിന് സാത്താൻ മനുഷ്യരിലൂടെയാണ് പീഡ ഉണ്ടാക്കിയത്. നമുക്കും അങ്ങനെ ആയിരിക്കും. അപ്പോൾ യേശു പറഞ്ഞെന്താ, നമുക്ക് തീർച്ചയായിട്ടും പ്രതികരിക്കാം. പക്ഷേ അതിൻ്റെ അവസാനം എങ്ങനെ, ആരാണ് ജയിക്കുന്നതെന്നുള്ളത് യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ, യേശുവിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിലനിർത്തുവാനായിട്ട്, അതിനാണ് നിശബ്ദത, അതിനാണ് ക്ഷമ, അതിനാണ് സഹനം, അതിനാണ് വിശുദ്ധി. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ 3 കാര്യങ്ങൾ, അതായത് ഈ അഹരോന്റെ തളിർത്ത വടിയും 10 കൽപ്പനകളുടെ ഫലവും, ആ 10 കൽപ്പനകളെ പത്രോസ് പറഞ്ഞറിയാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. ജെറമ്യായും പറഞ്ഞു, എൻ്റെ നിയമം ഞാൻ അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. എൻ്റെ കൽപ്പനകൾ, പത്രോസ് പറഞ്ഞിരിക്കുന്നത് കൽപ്പനകളിലല്ല, ഇന്ന് നമ്മുടെ ഹൃദയ ഭിത്തിയിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ട് കാര്യങ്ങൾ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മുടെ ഉള്ളിലുണ്ട്. അവിടെയാണ് മാനസാന്തരം. നമ്മൾ ജനിച്ച ഇന്നലെ വെച്ച് ആന്തരിക മുറിവുകളായി നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ദൈവത്തെയും മറ്റുള്ളവരെയും ഇന്ന് കാണുന്നത്. അവിടെയാണ് നമുക്ക് മനസ്സിൻ്റെ മനോഭാവം ഇതൊന്നുമല്ല, ദൈവമാണ് കാര്യങ്ങൾ. എവിടെയാണ് ദൈവം എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുന്ന ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. അത് പൊടി തട്ടി ഒന്ന് നോക്കാൻ, വായിച്ചു നോക്കാൻ, അവിടെയാണ് മാനസാന്തരം. അപ്പം ഞാനീ പറയുന്നവരെ, ഇന്ന് ഈശോ നമ്മളെ ഓർപ്പിക്കുന്ന സുവിശേഷത്തിൽ യോഹന്നാൻ 6 യേശു തുടരുകയാണ്. ഈ പഴയ നിയമത്തിൽ അന്ന് ഇസ്രായേൽ മക്കൾക്ക് മന്നായി കൊടുത്തിരുന്നെങ്കിൽ യേശു പറയാണ് ഇത് ഉൾക്കൊള്ളാൻ. ഇന്നലെ പറഞ്ഞു യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായം, ഈ 2 അത്ഭുതങ്ങൾ, ആദ്യം 5 അപ്പം കൊണ്ട് 5000, 5 അപ്പം വർദ്ധിപ്പിച്ച 5000 വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രാക്ടിക്കൽ ഞാൻ പറയും, വിശുദ്ധ കുർബാനയുടെ മനസ്സിലാക്കാൻ വേണ്ടി പ്രാക്ടിക്കലായിട്ടാണ് ഈ 2 അത്ഭുതങ്ങൾ യേശു. ഒന്ന് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഒരപ്പത്തിൽ നിന്നും വർദ്ധിപ്പിച്ചിട്ട് എത്രയോ പേരെയാണ് യേശുവാകുന്ന അപ്പം മനുഷ്യവർഗത്തിന് വേണ്ടി മുറിക്കപ്പെട്ടുകൊണ്ട് നൽകപ്പെടുകയാണ്. അവനെ നമ്മൾ ഹൃദയത്തെ സ്വീകരിക്കുകയാണ്. അതിന് അവൻ പെസഹ രാത്രിയിൽ അത് അപ്പം കയ്യിലെടുത്തുകൊണ്ട് ഇത് എൻ്റെ ശരീരമാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചു, അതൊരു പ്രതീകമൊന്നുമല്ല, ചുമ്മാതൊന്നുമല്ല. യേശു പറഞ്ഞാൽ അത് സംഭവിക്കും. സാത്താൻ പോലും പറഞ്ഞു മരുഭൂമിയിലെ പരീക്ഷ സമയത്ത്, നീ എന്തിനാ ഇങ്ങനെ വിശന്നിരിക്കുന്നത്? ഈ കല്ലുകളോട് അപ്പമാകുക എന്ന് നീ പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും. നിനക്ക് നല്ല ചൂടുള്ള അപ്പം തിന്നാം. ഏലിയായിക്ക് പണ്ട് നീ അപ്പം കൊടുത്തില്ല, ചുടുകല്ലിൽ ചുട്ട അപ്പം. എന്തോ എളുപ്പമുള്ള കാര്യമായിരുന്നു. നിനക്ക് ഇപ്പോൾ വിശക്കും പോലെ നിനക്ക് പറഞ്ഞാൽ കല്ലൊക്കെ അപ്പമായി തീരും, നല്ല ചൂടുള്ള അപ്പമായി തീരും. യേശു അത് ചെയ്തില്ല. ഞാനത് ഇടയ്ക്ക് ഓർപ്പിച്ചു. കാരണം എന്താ? യേശു ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ഭൂമിയിൽ തനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. പക്ഷെ യേശു ഏറ്റവും ഒടുവിൽ പെസഹ രാത്രിയിൽ അത് ചെയ്തു. പെസഹ രാത്രിയിൽ അപ്പം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. സാത്താൻ അറിയാം വിശുദ്ധ കുർബാനയെ എന്ന് അവഹേളിക്കുന്ന നമുക്കറിയാം. സാത്താൻ സേവക്കാർ വിശുദ്ധ കുർബാന കൊണ്ടുപോയിക്കൊണ്ടാണ് സാത്താനെ, കാരണം യേശുവിനെ ചവിട്ടി മെതിച്ചുകൊണ്ടും ഏറ്റവും മോശമായ വിശുദ്ധ കുർബാന, കൂദാശിയായി അർപ്പിക്കപ്പെട്ട ചെയ്യപ്പെട്ട വിശുദ്ധ കുർബാന എടുത്തുകൊണ്ടുപോയി അതിനെ ഉപദ്രവിച്ച് മലിനമാക്കിക്കൊണ്ട് അവരുടെ കാഴ്ച. പക്ഷെ കർത്താവിനെ എവിടെ സാത്താൻ? ഇത് തെറ്റായൊരു ധാരണയാണ്. ഞാൻ പറയും, നമ്മളതുകൊണ്ട് യേശു മലിനാകാനൊന്നും പോകുന്നു. ആർക്കാണ് യേശുവിനെ മലിനാക്കാൻ പറ്റുക? നമ്മളതേക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. അവൻ എല്ലാത്തിലും ഉപരിയാണ്. യേശുവിനെ മലിനാക്കുക ഈ സാത്താൻ്റെ വിചാരം. പണ്ടും അങ്ങനെ വിചാരിച്ചു. അവന് വിവരമില്ല. നമ്മളാ കൂടെ കൂടരുത്, സാത്താൻ്റെ കൂടെ കൂടരുത്. അവൻ ഇന്നും പരിശുദ്ധനാണ്. അതുകൊണ്ട് യേശുവിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം പ്രിയമുള്ളവരെ. അപ്പോൾ ഈ കൂദാശ പെസഹ രാത്രിയിൽ യേശു തൻ്റെ അന്ന് കാണപ്പെടുന്ന ആ സാന്നിധ്യമുണ്ടല്ലോ,
അല്ലേ? യേശു തൻ്റെ ശരീരത്തെ തൊട്ടിട്ടല്ല പറഞ്ഞത്. നോക്കിയാൽ ശ്രദ്ധിക്കണം. യേശു തൻ്റെ ശരീരത്തെ തൊട്ടിട്ടല്ല, ഇത് എൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വേറെന്തോ ആണ് യേശു ഉദ്ദേശം മനസ്സിലാക്കാമായിരുന്നു. യേശു തൻ്റെ ശരീരത്തെ തൊട്ടിട്ടല്ല പറഞ്ഞത്. യേശു ഗോതമ്പപ്പം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ ശരീരം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ശരീരമുണ്ടല്ലോ, ഞാനിവിടെ ഭൂമിയിലുണ്ടല്ലോ, ഇനിയും അടുത്ത ദുഃഖവെള്ളിയാഴ്ച കഴിയുമ്പോൾ എന്നെ അവർ കല്ലറയിൽ വെച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ എന്നെ ഈ രൂപത്തിൽ കാണില്ല. നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ രൂപത്തിൽ ആകപ്പാടെ അവർ പിന്നീട് കണ്ടത് ആ അപ്പം മുറിച്ചോ, എമ്മാവൂസിലേക്കുള്ള യാത്രയിൽ അപ്പം കൂദാശിയായി അവൻ കുർബാന അർപ്പിച്ചത് മുറിച്ചപ്പോഴാണ് യേശുവിൻ്റെ പഴയ രൂപത്തിൽ അവർക്ക് മനസ്സിലാകത്തതിൽ കണ്ടത്. ബാക്കിയല്ല എല്ലായ്പ്പോഴും തോട്ടക്കാരുടെ രൂപത്തിൽ ഒരു 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 അദൃശ്യനായ വേറൊരു സ്ട്രേഞ്ചറുടെ രൂപത്തിലേക്കാണ്, അപരിചിതന്റെ രൂപത്തിലേക്കാണ് അവർ കാണപ്പെട്ടത്. അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇവിടെയുള്ളവർ അതുകൊണ്ട് തന്നെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് പിന്നെ മീൻ പിടിക്കാനൊക്കെ പോയത്. വിശ്വസിക്കാൻ യേശു പറഞ്ഞു തോമാശ്ലീഹയോട്, എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ഷിക്കാഗോയിൽ നിന്ന് ഇല്ലിനോയ്സ് സ്റ്റേറ്റിന് വേണ്ടിയും അമേരിക്ക മുഴുവൻ, ലോകം മുഴുവൻ വേണ്ടി, പ്രത്യേകിച്ചും പരിശുദ്ധ പിതാവിൻ്റെ അല്ലെങ്കിൽ മാർപ്പാപ്പായുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി കർദിനാളന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അതൊരു ദൈവിക പ്രവർത്തനമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ആ മുറിക്കുള്ളിൽ പരിശുദ്ധാത്മാവ് ആദിമസഭയിൽ പെസഹ അല്ലെങ്കിൽ പന്തക്കോസ്തായ്ക്ക് വേണ്ടി അവർ ഒരുമിച്ച് കൂടിയിരുന്നത് പോലെ പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വന്നോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു. ദൈവവചനം ആരുടെ മേൽ വന്നോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു. അല്ലെങ്കിൽ യോഹന്നാൻ 10 പറയുന്നുണ്ട്, ദൈവവചനം, ദൈവത്തിന്റെ വചനം, കുദാശ, ഇതെല്ലാം ഉൾക്കൊള്ളാൻ പൂർണ്ണമായി ഈശോ പത്രോസിനെ പറഞ്ഞത് നീ അല്ല, സ്വർഗത്തിലെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തുന്നത് പറയുള്ളവരെ. ആ 133 പേർ അവിടെ കൂടിയിരിക്കുന്നത്. അതിൽ ഒരാൾക്കെങ്കിലും ആ പൂർണ്ണ പത്രോസിന്റെ ആ ബോധ്യം, പത്രോസിന്റെ പിന്തുടർച്ച അവകാശം, ആ പത്രോസിന്റെ വിശ്വാസം, അത് ഞാൻ പറയാതെ അത് മാത്രമാണ്, വേറൊന്നുമല്ല. പല കാര്യങ്ങളുണ്ടെന്നല്ലേ. അനേകരിന്ന് മീഡിയയിലൊക്കെ അവരായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവരാരും ആയിരിക്കണമെന്നില്ല. കാരണം ലോകം കാണുന്ന പോലെ അല്ല. നമുക്ക് അതിനോട് പ്രാർത്ഥിക്കുക, ഈശോയെ നീ പത്രോസിനെ തിരഞ്ഞെടുത്ത അതേ മനോഭാവമുള്ള ഒരാളെ നിന്റെ സഭയുടെ നായകനായിട്ട് പത്രോസിന്റെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുക്കുക വിശ്വസിക്കുന്നു അല്ലേ. അപ്പം നമ്മൾ വിശ്വസിക്കണം എന്താ? വിശുദ്ധ കുർബാനയിൽ ഇന്ന് നമുക്ക് വേണ്ടി മേരി ജേക്കബ് പണയപ്പറമ്പിൽ നമ്മളെ ഓർപ്പിച്ച സങ്കീർത്തനം 123. ആഗോള സഭയിലെ പ്രതിവചന സങ്കീർത്തനമല്ല, അത് സങ്കീർത്തനം 66 നിന്നാണ്. അപ്പോൾ സങ്കീർത്തനം 123 നമ്മൾ ഓർപ്പിച്ച ഇതാണ്, സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്ക് എന്ന പോലെ, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമ്മൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കയറിയപ്പോഴും ഞങ്ങളിങ്ങനെ തപ്പി നടക്കുന്നു, എവിടെയാണ് വിശുദ്ധ കുർബാന. കണ്ടുപിടിച്ചു. അവിടെ കുറേ നേരം ചെലവഴിച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ദിവസം മുഴുവൻ നടന്നാലും തീരാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അറിയാവുന്ന യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമായ വിശുദ്ധ കുർബാനയിൽ കുറേ സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കണ്ണുകൾ മുഴുവൻ തിരയുകയാണ്. എവിടെയാണ് ദൈവകാരുണ്യം? എവിടെയാണ് ഈശോ? ഇത് ഈ കാലഘട്ടങ്ങളിലും നമ്മൾ മറന്നു പോകരുത്. അവൻ്റെ വിശുദ്ധിയിൽ അവനോടൊപ്പം ആയിരിക്കാൻ. അന്ന് മോശയോട് പറഞ്ഞതിൻ്റെ പാദങ്ങളിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക എന്ന്. ഇന്ന് പല സഭകളിലും പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ചെരുപ്പ് ഊരിയിട്ടേ കയറാൻ പറ്റുള്ളൂ. അതൊരു ബാഹ്യമായ പ്രകടനം അതല്ല. ശരിക്കും ഈശോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ ആത്മാവിൻ്റെ ആ കുറവുണ്ടല്ലോ, നിന്റെ ആത്മാവിൽ പറ്റിയിരിക്കുന്ന ദൈവസന്നിധിയിലേക്ക് നീ ആത്മാവിലാണ്. യേശു പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കട്ടെ. നമ്മൾ മുട്ടുമടക്കാം, ചെരുപ്പ് ഊരിയിടാം, കൈകൾ ഉയർത്താം, കൈകൊട്ടാം, ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മുടെ ആത്മാവാണ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കേണ്ടത്. നമ്മുടെ ആത്മാവാണ് ദൈവത്തിൽ നമുക്ക് കിട്ടിയത്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് സ്വതന്ത്രമായിരിക്കണം, നമ്മുടെ ആത്മാവ് വിശുദ്ധമായിരിക്കണം. നമ്മുടെ ആത്മാവ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ നമ്മുടെ ഉള്ളിൽ സ്നേഹം, ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആരാധിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളം കലുഷിതമാണ്. സാത്താൻ നമ്മുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യമൊക്കെ നിറച്ചു വെച്ച് നമ്മൾ ദേവാലയത്തിലേക്ക് പോകാൻ പാടില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ അനുദപിക്കണം, ഹൃദയത്തിലെങ്കിലും അനുദപിക്കണം, ക്ഷമ ചോദിക്കണം. എൻ്റെ ദൈവം അതൊക്കെ പറഞ്ഞു പോയി, ക്ഷമിക്കണമേ, അറിവില്ലായ്മയിലാണ് അതൊക്കെ വന്നത്.
മറ്റുള്ളവർക്ക് ഞാൻ മുറിവുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലേ, ആർക്കെങ്കിലും ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തുക്കൾ അവിടെ വെക്കുക, രമ്യതപ്പെടുക, എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക. എന്തൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ തിന്മയുടെ ബന്ധനത്തിലേക്ക് പോകണം. ഈശോ ഇന്ന് പറഞ്ഞതാണ്, പിതാവിൽ നിന്ന് പിതാവ് അല്ലെ ദൈവത്താൽ പഠിപ്പിക്കപ്പെടുക. ഈശോന്ന് പറയാണ് ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 6:44 മുഴുവൻ വായിക്കുന്നില്ല. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ടെന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവർ നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. മരുഭൂമിയിൽ അന്ന് മന്നായായിട്ട് പോതെങ്കിൽ ഞാനാണ് ഭൂമിയിലേക്ക് നിങ്ങളുടെ ആത്മാവിന്റെ ഭക്ഷണം. ഞാൻ കാൽവരിയിലെ നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ കറകൾ കഴുകിക്കളയുന്ന 1 യോഹന്നാൻ 1:7 കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ രക്തം സകല അശുദ്ധിയിൽ നിന്നും പാപങ്ങളിൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു. അപ്പൊ യേശുവിന്റെ ശരീരം മുറിവേറ്റുമ്പോൾ രക്തമൊഴുകി. ആ യേശു നമുക്ക് വേണ്ടി സഹിച്ച ആ വേദനയുണ്ടല്ലോ, ആ വേദനയും അവൻ അതിൻ്റെ കൂടെ ചിന്തിയ രക്തവുമാണ്. നമുക്കറിയാം, മുറിവുണ്ടാകുമ്പോൾ രക്തം ഒഴുകും. ആ വേദനയുടെ വെളിപ്പെടുത്തലാണ് രക്തം. ബാഹ്യമായ ആ പടയാളി അവൻ്റെ ഹൃദയത്തിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും ജലവും പുറപ്പെട്ടു. യേശുവിൻ്റെ മരിക്കുന്നതിന് മുമ്പുള്ള നമുക്ക് വേണ്ടിയുള്ള വേദനയുടെ വെളിപ്പെടുത്തലായിരുന്നു. അവന്റെ കരുണയും സ്നേഹവുമായി അവനെ നമ്മൾ കുത്തി വേദനിപ്പിച്ചു അങ്ങേയറ്റം. എന്നിട്ട് അവന്റെ ഉള്ളിൽ നിന്നും നമുക്ക് വേണ്ടി ഒഴുക്കിയത് കരുണയും സ്നേഹവുമാണ്. നമ്മളെ മുറിപ്പെടുത്തിയവരോട് ക്ഷമിക്കാനുള്ള ആ കരുണയും സ്നേഹം അത് പുറപ്പെടുന്നത് യേശുവിൽ നിന്നാണ്. നമ്മൾ അവനിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. യേശു പറയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ അതേ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ഈശോ ആത്മീയമായിട്ട് പറയാണ്, തന്നെ ഈ ശരീരത്തിൽ തന്റെ ശരീരം അർപ്പിക്കപ്പെട്ട പാപപരിഹാര ബലിയായി നമ്മുടെ ഉള്ളിൽ യേശുവിന് വരാൻ വേണ്ടി അവൻ അർപ്പിക്കപ്പെട്ട കുരിശിൽ മരിച്ചേ പറ്റും. അവൻ കല്ലറിൽ അടക്കപ്പെട്ട് അവൻ അപ്രത്യക്ഷമാകും. പക്ഷേ അവനെ കൂദാശ സ്ഥാപിച്ചത് ഇന്നും രണ്ടാമത് വാനമേഘങ്ങൾ എഴുന്നള്ളി വരുന്നത് വരെയും ഇന്ന് കാണപ്പെടുന്നവനായ അപ്പത്തിന്റെ രൂപത്തിൽ കാണപ്പെടുന്നവനായി യേശുവിന്റെ ജീവനുള്ള വ്യക്തിത്വമാണ്, പേഴ്സണാലിറ്റിയാണ്. അത് ത്രിത്വിക ദൈവ സാന്നിധ്യമാണ്, വിശുദ്ധ കുർബാന. അതെ, നമ്മളത് അറിയണം. ആദരവോടെ, ഭയഭക്തിയോടെ, ബഹുമാനത്തോടെ, അല്ലെ. മലങ്കര കുർബാന എന്താ? തീക്കട്ട എന്ന് പറഞ്ഞു. തീക്കട്ട നമ്മുടെ വായിലിട്ട എന്താ പൊള്ളി ചാമ്പല നമ്മൾ കത്തിപ്പോകും, അല്ലേ? തീക്കട്ട എന്ന് പറഞ്ഞു. ഇത് ഭയഭക്തിയോടെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മൾ തീയായിട്ട് ഇടയ്ക്ക് ഓർപ്പിച്ചു, നമ്മൾ തീയായിട്ട് മാറി. തീക്ക് മാത്രമേ തീയെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അറിയാം. പരിശുദ്ധ പരമാ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.